റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ഞങ്ങൾ സാധുക്കളാണ്, പാപികളാണ്, ദോഷികളാണ്, വിവരമില്ലാത്തവരാണ്. ഞങ്ങളെ ദുആ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്, ഇജാബത്ത് നൽകണേ അല്ലാഹ്, പൊരുത്തപ്പെടണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാ മുറാദുകളും നീ ഹാസുലാക്കി തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മദനീയ മജ്ലിസിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളെ കൂടെ ഖുർആൻ ഓതിയവർ, ദിക്ർ ചൊല്ലിയവർ, സ്വലാത്ത് ചൊല്ലിയവർ, ഹദ്ദാത്ത് ചൊല്ലിയവർ, അസ്മാഉൽ ഹുസ്ന ചൊല്ലിയവർ, അല്ലാഹുവേ, ആരുടെയെല്ലാം ഖൽബിൽ എന്തെല്ലാം ഖൈറായ മുറാദുകളുണ്ടോ അല്ലാഹുവേ, ദുനിയവിയും ഉഖ്റവിയും ശാരീരികമായും മാനസികമായും ഓരോരുത്തരും കരുതിയ എല്ലാ ഖൈറായ മുറാദുകളും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളെ ബറക്കത്തിനാലെ നീ ഹാസുലാക്കണേ അല്ലാഹ്. മദീനയിലെത്തിക്കണേ അല്ലാഹ്, മദീനയിലെത്തിക്കണേ അല്ലാഹ്, മദീനയിലെത്തിക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ദോഷങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ പുറത്തു തരണേ റബ്ബേ. ഞങ്ങളെ ഖൽബ് നീ നന്നാക്കണേ അല്ലാഹ്, ഞങ്ങളെ ശരീരത്തിലെ ഓരോ അവയവങ്ങളും നീ നന്നാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെയും ഖൽബുകളിൽ ഓരോ ഖൈറായ മുറാദുകൾ ഉണ്ടല്ലോ അല്ലാഹ്, നിനക്കറിയാമല്ലോ അല്ലാഹ്. അല്ലാഹുവേ, വിവാഹപ്രായമായ മക്കളുടെ കാര്യത്തിൽ ഓർത്ത് കരയുന്ന ഉമ്മമാരുണ്ട്, സഹോദരിമാരല്ലാഹുവേ. അല്ലാഹുവേ, വർഷങ്ങളായി കല്യാണം കഴിഞ്ഞ മക്കളില്ലാത്തത്, ഗർഭിണികളായ സഹോദരിമാര്, ജോലിയില്ലാത്തവര്, മക്കളെ കാര്യത്തിൽ വിഷമിക്കുന്നവര്, ജോലിയില്ലാത്ത മക്കളെ ഭർത്താവിന്റെ കാര്യത്തിൽ വേദനിക്കുന്നവര്, സഹോദരങ്ങളുടെ കാര്യത്തിൽ വേദനിക്കുന്നവർ, അല്ലാഹുവേ, രോഗം കാരണം കൊണ്ട് വിഷമിക്കുന്നവര്, യാ അല്ലാഹ്, ശരീരത്തിന്റെ പല അവയവങ്ങളിലും രോഗങ്ങള്, അല്ലാഹുവേ, പുറത്ത് വലിയ കുരു വന്നിട്ട് ആ കുരുകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവര്, അല്ലാഹുവേ, അത് കാരണമായി വിഷമിക്കുന്നവര്, യാ അല്ലാഹ്, ക്യാൻസർ, ട്യൂമർ, ന്യൂമോണിയ, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ, വെരിക്കോസ്, യൂറിക് ആസിഡ്, സോറിയാസിസ്, മൈഗ്രെയിൻ തുടങ്ങിയ ഒരുപാട് 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 വിഷമകരമായ അവസ്ഥകളിൽ വേദനിക്കുന്നവരെ അല്ലാഹുവേ, പരിഹാരം നൽകണേ അല്ലാഹ്, പരിഹാരം നൽകണേ അല്ലാഹ്, പരിഹാരം നൽകണേ റബ്ബേ. കാമിലായ ആജിലായ ശിഫാ കൊടുക്കണേ അല്ലാഹ്. ഇന്നലെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന, ICUവിലുണ്ടായിരുന്ന കൊടകിലുള്ള ഒരു സഹോദരൻ, അല്ലാഹ്, അവർക്ക് വേണ്ടി നമ്മൾ ഇന്നലത്തെ മജ്ലിസിൽ ദുആ ചെയ്തിരുന്നു. സംസാരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അൽഹംദുലില്ലാഹ് ICUവിൽ നിന്ന് പുറത്തു വന്നു, അവര് സംസാരിക്കാൻ തുടങ്ങിയെന്ന സന്തോഷം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴായി ഞങ്ങൾ നിന്നിലേക്ക് കൈകൾ ഉയർത്തിയപ്പോൾ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ വലിയ ഉത്തരം തന്നിട്ടുണ്ട്, തരാറുണ്ട്. അല്ലാഹുവേ, ഞങ്ങളെ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. ഞങ്ങളെ ഹജ്ജിന്റെ കാര്യങ്ങളെല്ലാം നീ റാഹത്തിലാക്കണേ അല്ലാഹ്. പരിശുദ്ധമായ അറഫയിൽ ഭംഗിയോടെ മിനയിലും മുസ്ദലിഫയിലും ജംറാത്തിലും സഫയിലും മർവയിലുമെല്ലാം ഭംഗിയോടെ കഴിച്ചു കൂട്ടാൻ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അത് കഴിഞ്ഞ് മദീനയിലെത്തിക്കണേ അല്ലാഹ്. എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ ഖൈറിന്റെ വാതിലുകൾ തുറന്നു തരണേ അല്ലാഹ്. ഷർറുകൾ നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം തങ്ങളോട് എന്തെന്നില്ലാത്ത ഇഷ്ഖ് നൽകണേ റബ്ബേ, മഹബ്ബത്ത് നൽകണേ അല്ലാഹ്. അവിടുത്തെ മദദ് നൽകണേ അല്ലാഹ്, അവിടുത്തെ പൊരുത്തം നൽകണേ അല്ലാഹ്, അവിടുത്തെ സഹായം നൽകണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ലാഹ്.
എന്തെല്ലാം വിഷമങ്ങളും പ്രയാസങ്ങളും വേദനകളും പറഞ്ഞ് ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത് ഏൽപ്പിച്ചവരുണ്ടോ അവരുടെ സർവ ഖൈറായ മുറാദുകളും നീ ഹസുലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഒരാളെയും നീ വെറുതെയാക്കല്ലേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ ദീർഘായുസ്സ് തരണേ അല്ലാഹ്, ആഫിയത്ത് തരണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ സ്വലാത്ത് ധാരാളമായി ചൊല്ലുന്നവരാക്കണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് വിവാഹപ്രായമായവർക്ക് ഖൈറായ ഇണകളെ കൊടുക്കണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ജയിലുകളിൽ കുടുങ്ങിയവർക്ക് മോചനം നൽകണേ അല്ലാഹ്. മുത്തു റസൂലുള്ളാഹിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മാതാപിതാക്കളെ അല്ലാഹുവേ ജീവിച്ചിരിക്കുന്നവർക്ക് നീ ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാരെ നീ കാക്കണേ അല്ലാഹ്, ഞങ്ങളെ ഉപ്പമാരെ നീ കാക്കണേ അല്ലാഹ്. ഞാൻ ഇന്നും എൻ്റെ ഉമ്മ അല്ലാഹുവേ ഉമ്മാക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഞാനിങ്ങനെ നമ്മുടെ വീട്ടിൻ്റെ പുറത്തുള്ള കിണറിൻ്റെ സമീപത്ത് വെച്ച് കുളിച്ചു കൊണ്ടിരിക്കുമ്പോ ഉമ്മ വന്നിട്ട് ഒരു ചകിരി എടുത്ത് എൻ്റെ പുറമിങ്ങനെ തേച്ചു തരികയാണ്. അല്ലാ ചെറുപ്പത്തിൽ ഞങ്ങളെ എത്രയാണ് ഉമ്മമാര് കുളിപ്പിച്ചത്, ആ ഓർമ്മയിലേക്ക് മനസ്സ് അറിയാതെ നമ്മൾ ഇങ്ങനെ പോയി. അല്ലാഹുവേ ഞങ്ങളെ ഉമ്മമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാഹ്, ആഫിയത്ത് കൊടുക്കണേ അല്ലാഹ്. ഒരുപാട് കാലം അവരുടെ തണല് ഞങ്ങൾക്ക് നീ നീട്ടിത്തരണേ റബ്ബേ. എല്ലാ ഷർറുകളും എല്ലാ ബലാകളും എല്ലാ മുസീബത്തുകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഖൈറിന്റെ വാതിലുകളും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. എല്ലാ ഷർറുകളും നീ തട്ടി ദൂരത്താക്കണേ റഹ്മാനേ. അല്ലാഹുവേ ഞങ്ങളെ നീ വെറുതെയാക്കല്ലേ അല്ലാഹ്, ഞങ്ങളെ നീ ഖായിബാക്കി മടക്കല്ലേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് എല്ലാ ഖൈറിന്റെ വാതിലുകളും നീ തുറന്നു തരണേ അല്ലാഹ്. ഈമാനോടുകൂടെ ജീവിച്ച് ഈമാനോടുകൂടെ മരിക്കുന്ന മുത്തഖീങ്ങളിൽ പെടുത്തണേ റബ്ബേ. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാഹ്, അവസാന സമയം നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. പഠിക്കാനുള്ള ഓർമ്മ ശക്തിയും ഖൽബും മനസ്സും അവർക്ക് നീ കൊടുക്കണേ റബ്ബേ. ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ്, ആലിമീങ്ങളാക്കണേ അല്ലാഹ്. നല്ല ബോധം അവർക്ക് നീ നൽകണേ റബ്ബേ. നല്ല ഹിഫ്ള് നീ നൽകണേ അല്ലാഹ്, നല്ല ബുദ്ധിശക്തി നീ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളിൽ നീ പെടുത്തല്ലേ അല്ലാഹ്. തന്ന മക്കളെ നീ നല്ല മക്കളാക്കണേ അല്ലാഹ്. ഇനി തരാനിരിക്കുന്ന മക്കളെയും എല്ലാവർക്കും നീ നല്ല മക്കളെ തരണേ അല്ലാഹ്, നല്ല മക്കളാക്കണേ അല്ലാഹ്. അല്ലാഹുവേ എല്ലാ ഷർറുകളും ബലാകളും നീ തട്ടി ദൂരത്താക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളെ ഈമാൻ നീ സലാമത്തിലാക്കണേ അല്ലാഹ്.